വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലില്ലാത്ത ചിക്കനാണ്. ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഇത് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 6 മുട്ട, ഒരു 5 പീസ് ബ്രെഡ്, പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ബ്രെഡ് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. മുട്ട ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ക്യാപ്സിക്കവും സവാള ഒരുപാട് അങ്ങോട്ട് വേണമെന്നില്ല കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് ഈ ഒരു ചിക്കൻ്റെ കൂട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ആ പാൻ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെയും മുട്ടയുടെയും കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു തക്കാളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ. തീ കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ മുട്ടയും കൂട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മറിച്ച് കൊടുക്കുക.
ഒന്ന് ചൂടാറിയതിന് ശേഷം മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, സീ യു.